തെറ്റായ ജീവിതശൈലി മൂലം ഇന്ന് പലരിലും കാണുന്ന പ്രശ്നമാണ് മലബന്ധം. വൻകുടലിലെ അമിതമായ വരൾച്ച, ഭക്ഷണത്തിലെ നാരുകളുടെ അഭാവം, നല്ല കൊഴുപ്പിന്റെ അഭാവം എന്നിവ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. മലബന്ധം ഒരു ദഹനനാളത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ്. മലബന്ധം ഉണ്ടാകുന്നതിന് പിന്നിലെ ചില കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഭക്ഷണത്തിലെ ആരോഗ്യകരമായ നാരുകളുടെ അഭാവവും വെള്ളത്തിന്റെ കുറവും വൻകുടൽ ഉണങ്ങുന്നതിനും മലബന്ധത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. രണ്ട്, രാത്രി വൈകിട്ട് അത്താഴം കഴിക്കുക, വൈകി ഉറങ്ങുക, വൈകി ഉണരുക തുടങ്ങിയവ മലബന്ധത്തിന് കാരണമാകും. വൈകി അത്താഴം കഴിക്കുന്നത് ദഹന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നു. മൂന്നാമത്, ചില മരുന്നുകൾ, പ്രത്യേകിച്ച് ഒപ്പിയോയിഡുകൾ, അലൂമിനിയം അടങ്ങിയ ആന്റാസിഡുകൾ, ചില ആന്റിപ്രസന്റുകൾ എന്നിവയുടെ പാർശ്വഫലമായി മലബന്ധമുണ്ടാകാം. ഹൈപ്പോതൈറോയിഡിസം, പ്രമേയം, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും കുടലിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുടലിന്റെ ആരോഗ്യത്തെയും കുടലിന്റെ ചലനത്തെയും ബാധിക്കുകയും ചെയ്യും. മലബന്ധ പ്രശ്നം തടയുന്നതിന് മികച്ചതാണ് സവാള. കുടൽ ബാക്ടീരിയയെ വർദ്ധിപ്പിക്കുന്ന ഇൻസുലിൻ പോലുള്ള പ്രീബയോട്ടിക്സും സവാളയിൽ ധാരാളമുണ്ട്. സവാളയിൽ ആന്റി ഓക്സൈഡുകളും ആന്റി ഇൻഫ്ലമേറ്ററികളും സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് മൊത്തത്തിലുള്ള കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. സവാള ദിവസവും പച്ചയ്ക്ക് കഴിക്കുന്നത് മലബന്ധം അകറ്റാൻ മാത്രമല്ല, കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും. ദിവസവും സവാള ജ്യൂസ് കുടിക്കുന്നതും വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിന് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു.